ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ അറേബ്യൻ സ്നാക്കായിട്ടുള്ള മുത്തബക്ക് എന്നൊക്കെ പറയുന്ന സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. കറക്റ്റ് അതിൻ്റേതായിട്ടുള്ള മെത്തേഡാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ഈ ഒരു മുത്തബക്ക് തയ്യാറാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, കൂടിപ്പോവരുത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിന് പകരം നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം. അതും ബട്ടറും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആ നെയ്യും ഉപ്പും എല്ലാം മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ കയ്യിലിങ്ങനെ ആക്കുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ആയി കിട്ടും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുക്കുക. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അത് സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് വരെ നമുക്കിത് കുഴച്ചെടുക്കണം. അങ്ങനെ എല്ലാം കുഴച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ടത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായ ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ സവാള മതി കേട്ടോ, വലുതൊന്നും വേണ്ട. ഇത് നമ്മൾ 1 കപ്പ് മൈദയിൽ എടുത്തിട്ടുള്ളൂ, അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി മല്ലിയിലയാണ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതുണ്ടാവും. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർത്ത് കൊടുക്കുക. അതും ചേർത്തിട്ട് വഴറ്റി കൊടുത്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്തതുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് ഇത്രയും മസാല ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫില്ലിങ്ങൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒറിജിനലായിട്ട് ഇത് മുത്തബക്കിൻ്റെ റെസിപ്പിയാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ മട്ടനോ ഒക്കെ യൂസ് ചെയ്യാം. ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മുളകും മഞ്ഞളും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് വരട്ടി എടുത്തിട്ടുള്ള ബീഫ് ആയതുകൊണ്ട് നല്ല ഒന്നുകൂടി ടേസ്റ്റി ആവുമല്ലോ, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറുതായിട്ട് പിച്ചിയതായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അതെല്ലാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതൊന്ന് റെഡിയായിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 2 മുട്ടയാണ് നമുക്കിതിലേക്ക് എടുക്കുന്നത്. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് കുറച്ച് മതി കേട്ടോ, ഒരു നുള്ളു മതി, മറ്റേ മസാലയിലും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു നുള്ളു ഉപ്പ് മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്തിട്ടില്ല എന്ന് മാത്രം. എന്നിട്ട് നമ്മുടെ ആ ഫില്ലിങ്ങും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് നമ്മൾ എവിടെയാണോ റോൾ ചെയ്തെടുക്കുന്നത് അത് ഒന്ന് ഓയിൽ പുരട്ടി വെക്കുക. നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ഒരു 6 ബോളാക്കിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ചെറിയ സൈസിലുള്ള മുത്തബക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. വലുതാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെറുതാക്കി ബോളാക്കേണ്ട.
ഞാൻ ഒരാൾക്ക് ഒന്ന് കഴിക്കാൻ പാകത്തിനുള്ള വലിപ്പത്തിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദ കൊണ്ട് 6 എണ്ണമാണ് ഞാൻ എടുക്കുന്നത്. എത്രത്തോളം തിന്നാക്കി പരത്താൻ പറ്റുന്നോ അത്രത്തോളം തിന്നാക്കി വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് പൊടി തൂവിയിട്ടല്ല കേട്ടോ പരത്തിയെടുക്കുന്നത്. അടിയിൽ ഓയിൽ പുരട്ടി കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കുക. മിക്സ് കൂടി പോവേണ്ട, കുറച്ച് മതി. കൂടിപ്പോയാൽ നമുക്ക് കറക്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നിട്ട് 4 ഭാഗത്തുനിന്നും ഇതുപോലെ മടക്കിയെടുക്കുക. തിന്നായിട്ട് പരത്താൻ പറ്റുന്നതിനനുസരിച്ച് തിന്നാക്കി പരത്തട്ടെ. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇത് എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ചെടുക്കണം. അടുത്തതും അതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ പരത്തിയെടുത്തിട്ട് ചുടുന്ന സമയത്ത് അപ്പോൾ തന്നെ ചുടണം കേട്ടോ. ഇത് എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കരുത്. കുറേ ടൈം വെച്ചാണ്ട് പിന്നെ ചുട്ടെടുക്കരുത്. ഇതിങ്ങനെ മടക്കി കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ ഒരു 2 എണ്ണം എത്രയാണ് നമ്മുടെ പാനിൽ കൊള്ളുക അതിനനുസരിച്ച് പരത്തിയെടുത്തിട്ട് ചുടാൻ വെച്ചതിന് ശേഷം അടുത്തത് പരത്തിയാൽ മതി. എന്നിട്ട് ഓയിൽ ഇങ്ങനെ നമ്മൾ ഷാലോ ഫ്രീ ആണല്ലോ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാൻ നന്നായിട്ട് ചൂടായ ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ 2 എണ്ണമാണ് വെക്കുന്നത്. 2 എണ്ണം 3 എണ്ണം ഒക്കെ വെക്കാം. അവിടെ ഈ ഒരു വലിപ്പത്തിലാണ് എൻ്റേത് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മുഴുവനായിട്ട് വേണമെന്നുള്ളവർക്ക് ഒരു 2 or 3 ബോൾസ് ആക്കി എടുത്താൽ മതി. വലിയ മുത്തബക്കാണ് വേണ്ടത് എന്നുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിന്ന് മാറ്റാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ ഈ സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സൈഡൊക്കെ ഒന്ന് കറക്റ്റ് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗവും ഒരുപോലെ അങ്ങ് ആക്കി കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കൊടുത്താൽ മതി. എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് അവിടെ പിടിച്ച് നിർത്താൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഉള്ളിലുള്ള മുട്ടയൊക്കെ വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലഫി ആയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ഇത്. ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാ നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോയുടെ തൊട്ടതായുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്ത് എടുക്കുക കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്